മുസ്ലിം ലീഗ് സമസ്ത ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ ആരും ആരെയും താഴ്ത്തിക്കെട്ടി സംസാരിക്കരുതെന്ന് ഇരു നേതാക്കളും അണികൾക്ക് നിർദ്ദേശം നൽകി. സമസ്തയും ലീഗും എന്നും ഒറ്റക്കെട്ടാണെന്ന് ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ദുബായിൽ പറഞ്ഞു. സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ദുബായിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും വേദി പങ്കുവച്ചത്. ആദ്യം സംസാരിച്ച സാദിഖ് അലി തങ്ങൾ ഐക്യത്തെക്കുറിച്ച് മാത്രമല്ല സമസ്തയുടെ മുന്നിൽ നിൽക്കുന്നത് ശ്രേഷ്ഠ പണ്ഡിതന്മാരാണെന്നും പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്പരമുള്ള വിമർശനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. ഭിന്നതയുടെ ഏതെങ്കിലും നിലയ്ക്കുള്ള വാക്ക് നമ്മളിൽ നിന്നുണ്ടാകരുതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമ്മേളനശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച സാദിഖ് അലി തങ്ങളാകട്ടെ സമസ്തയും ലീഗും എന്നും ഒറ്റക്കെട്ടാണെന്ന് ആവർത്തിച്ചു. ഈ ഐക്യം തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഐക്യം എപ്പോഴും വേണ്ടതാണല്ലോ. കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ അതിൻ്റെ ഒരു പുരോഗതി എന്നുള്ളത് പരസ്പരം യോജിച്ച് നിൽക്കുമ്പോഴാണ്. അതാണ് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന വെള്ളാപ്പള്ളിക്ക് മറുപടിയില്ലെന്നും തങ്ങൾ വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രി വേദി പങ്കിട്ടതിനെയും അദ്ദേഹം വിമർശിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കണം. മഹാനായ സ്വാമി ശ്രീനാരായണ ഗുരു, ആ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ അദ്ദേഹം പാടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഇവയൊക്കെ ഒന്ന് പഠിച്ചാൽ മതി. ശ്രീനാരായണ ഗുരുവിനെ പഠിച്ചാൽ തന്നെ വെള്ളാപ്പള്ളി നന്നാവും. മുസ്ലിം ലീഗ് നേതാക്കൾ, സമസ്ത നേതാക്കൾ തുടങ്ങി നിരവധി പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. മാതൃഭൂമി ന്യൂസ്, ദുബായ്.